പ്രത്യേകമായ വശ്യത നിറഞ്ഞ ചിരിയോടെ അവൾ അരികിലേക്ക് വന്ന് കിടന്നപ്പോൾ വിഷ്ണു അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. വിഷ്ണു, വിഷ്ണുവേട്ട, അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് വിളിച്ചു. അവന് വല്ലാത്തൊരു അറപ്പ് തോന്നി. തന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കാൻ എന്ത് അർഹതയാണ് അവൾക്കുള്ളത്? അവൻ അവൾക്ക് മനസ്സിലാവാത്ത തരത്തിൽ എഴുന്നേറ്റിരുന്നു. അവൾ ആ നിമിഷം തന്നെ അവന്റെ നെഞ്ചിൽ നിന്നും അല്പം മാറി ഹെഡ് റെസ്റ്റിൽ തല ചായ്ച്ച് ഇരുന്നു അവനെ ഒന്ന് നോക്കി. എന്താ വർഷ? അവൻ അലസമായി പറഞ്ഞു. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 1 മാസം ആവാൻ പോവാ. ഇതുവരെ നമുക്കിടയിൽ കാര്യമായിട്ട് ഒന്നും നടന്നിട്ടില്ല. വിഷ്ണുവേട്ടൻ എൻ്റെ ഭർത്താവാണെന്ന് അധികാരത്തോടെ എനിക്ക് പറയാൻ സാധിക്കുന്ന ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നമ്മളെല്ലാ അർത്ഥത്തിലും ഒരുമിക്കുക എന്നുള്ളത്. വിഷ്ണുവേട്ടനോടുള്ള എൻ്റെ ഇഷ്ടം ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുകയാണ്. അതിനെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയുന്നില്ല. കല്യാണം കഴിഞ്ഞ് 1 മാസത്തോളം നമ്മൾ കാത്തിരുന്നില്ലേ? എനിക്ക് വിഷ്ണുവേട്ടൻ്റെ ആവാൻ കൊതി തോന്നുക. എനിക്കെന്തോ വിഷ്ണുവേട്ടനോടുള്ള പ്രണയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ കൈകൾ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ കാരണം പുകച്ചൊന്ന് കൊടുക്കാനാണ് തോന്നിയത്. പക്ഷെ അവൻ സംയമനം പാലിച്ചു. വർഷ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ട്. തന്നോടൊന്ന് സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വേദന ഇത്രയും ദിവസം എനിക്കുണ്ടായിരുന്നു. ഏതായാലും ഇത്രയും ദിവസം നമ്മൾ കാത്തിരുന്നതല്ലേ? ഒരു പെൺകുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അവളുടെ വീടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നാളെ നമ്മൾ തൻ്റെ വീട്ടിലേക്ക് പോവല്ലേ? ഞാൻ നാളെ തൻ്റെ വീട്ടിൽ നിൽക്കാം. അവിടെ വെച്ച് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടത്താം. അതല്ലേ നല്ലത്? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അവൾ സമ്മതപൂർവ്വം തലയാട്ടി. അഥവാ അബോർഷൻ നടന്നില്ലെങ്കിൽ തങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് അവൾ ഉറപ്പിച്ചതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് വിഷ്ണുവിൻ്റെ ആണെന്നെങ്കിലും പറഞ്ഞു തനിക്ക് നിൽക്കാം. എന്ത് കാര്യത്തിനും ഒരു പ്ലാൻ ബി എപ്പോഴും കരുതി വെക്കുന്നത് വർഷയുടെ സ്വഭാവമാണ്. അങ്ങനെ ഒന്നായിയാണ് വിഷ്ണുവിനൊപ്പമുള്ള ഈ സംഗമത്തെയും അവൾ കരുതിയത്. അതിനുവേണ്ടി തന്നെയായിരുന്നു അവനെ ആകർഷിക്കുവാൻ വേണ്ടി കുറച്ചധികം എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരുങ്ങി വന്നതും. എന്നാൽ സെക്സിനോടുള്ള അവൻ്റെ സമീപനം കാണുമ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് വർഷ ചിന്തിക്കുകയായിരുന്നു. ഇക്കാര്യത്തിന് അവന് താല്പര്യമില്ലേ എന്ന് അപ്പോഴും അവൾ ചിന്തിച്ചു. നാളെ അറിയാം എന്താണ് ഇക്കാര്യത്തിലുള്ള അവൻ്റെ കഴിവെന്ന് അവൾ മനസ്സിലാണ് കരുതിയത്. ലൈറ്റ് ഓഫ് ചെയ്ത് രണ്ടുപേരും കിടന്നു. അവൾക്കരികിൽ കിടക്കുമ്പോൾ പോലും അവന് വല്ലാത്ത അറപ്പാണ് തോന്നിയത്. അവൻ തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്തത്. അവളുടെ ഉദ്ദേശം കൃത്യമായി തന്നെ വിഷ്ണുവിന് മനസ്സിലായി. എങ്ങനെയെങ്കിലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അവൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പുറപ്പാടാണ്. അവൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും നടന്നില്ലെങ്കിൽ തൻ്റെ കുഞ്ഞാണ് എന്ന് വരുത്തി വെക്കുവാനുള്ള വേണ്ടിയാണ് ഇപ്പോൾ അവൾ പെട്ടെന്ന് താനുമായി ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിന് മുൻകൈ എടുക്കുന്നതെന്ന് അവന് മനസ്സിലായിരുന്നു. പഠിച്ച കള്ളി തന്നെ, അവൻ മനസ്സിൽ പറഞ്ഞു. കാലത്തെ ആദ്യം ഉണർന്നത് വിഷ്ണുവാണ്. ഇന്ന് തൻ്റെ ജീവിതത്തിലെ നിർണായകമായൊരു ദിവസമാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. കയ്യിൽ കിടന്ന വിവാഹമോതിരം അവൻ ഊരി മാറ്റി. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഫോൺ എടുത്ത് നീതുവിനെ വിളിച്ചു. തങ്ങളിന്ന് നീതുവിൻ്റെ വീട്ടിൽ വരുന്നുണ്ടെന്നും നീതുവും ആദർശം അവിടെ ഉണ്ടാവണമെന്നും അവൻ നീതുവിനോട് പറഞ്ഞു. ഒപ്പം തന്നെ തൻ്റെ മനസ്സിലുള്ള പ്ലാനിനെക്കുറിച്ചും അവളോട് വിശദീകരിച്ചു. ഏറ്റവും നല്ല രീതിയിലുള്ളൊരു പ്ലാനാണ് അത് എന്ന് നീതുവിനും തോന്നി. അതോടൊപ്പം തന്നെ ആദർശിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ പേറുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ നീതുവിന് വല്ലാത്തൊരു ഞെട്ടലും ഉണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവളത് വാശിയോട് തുടച്ചു കളഞ്ഞിരുന്നു. നീതു ഉടനെ തന്നെ സ്വന്തം വീട്ടിൽ നിന്നും ആദർശിൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന് അവനെ വിളിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം വർഷയും ഭർത്താവും നമ്മുടെ വീട്ടിലേക്ക് വിരുന്നിന് വരുന്നുണ്ട് എന്നും രാവിലെ വരണമെന്നും ആദർശിനോട് പറഞ്ഞു. അവനത് സമ്മതിക്കുകയും ചെയ്തു. നീതുവിൻ്റെ പിണക്കം കുറയാൻ ഇത് കാരണമാകുമല്ലോ എന്ന് കരുതിയാണ് അവനത് സമ്മതിച്ചത്. രാവിലെ തന്നെ വർഷ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അവളുടെ ബാഗിലേക്ക് സാധനങ്ങളെല്ലാം എടുത്തു വച്ചത് വിഷ്ണു തന്നെയാണ്. അവളുടെ എല്ലാ സാധനങ്ങളും അവൻ ഒരു വലിയ ബാഗിലാണ് എടുത്തു വച്ചത്. അത് കണ്ടതും അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതെന്തിനാ വിഷ്ണുവേട്ടാ ഇത്രയും സാധനങ്ങൾ? ഞാൻ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി പോകുന്നതല്ലേ? ഇതിപ്പോൾ ഇവിടെയുള്ള എൻ്റെ മുഴുവൻ സാധനങ്ങളും ഈ പെട്ടിയിലാക്കിയിട്ടുണ്ടല്ലോ വിഷ്ണുവേട്ടൻ. അത് ആവശ്യം വരും വർഷ. ഞാൻ മൂന്നാറിൽ നിന്ന് നേരെ വർഷയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടുന്ന് നമുക്കൊരു ട്രിപ്പ് പോകാനുണ്ട്. അതൊരു സർപ്രൈസ് ആക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും താൻ ഇത്രയും കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി അത് സർപ്രൈസ് ആക്കുന്നില്ല. നമ്മളൊരു വിദേശയാത്ര പോകാൻ പോവാം. അതുകൊണ്ട് ഞാൻ ഇത്രയും വലിയ പെട്ടി എടുത്തത്. തൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തു, വിഷ്ണു പറഞ്ഞതും അവളുടെ മിഴികൾ തിളങ്ങി. രണ്ടുപേരും താഴേക്കിറങ്ങി വന്നപ്പോൾ അത്ഭുതപൂർവ്വം സൗദാമിനി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി.
വലിയൊരു ട്രോളി ബാഗ് മുരുട്ടിക്കൊണ്ടാണ് അവൻ വരുന്നത്. ഇതെന്താടാ ഇത്രയും വലിയ ബാഗൊക്കെ? നീ ഇവളുടെ വീട്ടിലേക്ക് താമസം മാറ്റിയോ? ദേഷ്യത്തോടെ അവർ ചോദിച്ചു. എൻ്റെ അമ്മേ, ഒരാഴ്ചത്തേക്ക് അവളുടെ സാധനങ്ങളൊക്കെ ഈ ബാഗിലാക്കിയതാ. ഇങ്ങോട്ട് വന്നപ്പോൾ അവൾ കൊണ്ടുവന്ന ബാഗല്ലേ. ഈ വലിയ ബാഗും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്ന എന്തിനാ? തിരിച്ചിങ്ങോട്ട് വരുന്നില്ലേ? വർഷയുടെ മുഖത്തേക്ക് നോക്കി സൗദാമിനി ചോദിച്ചു. ആവശ്യമുള്ളത് കൊണ്ടല്ലേ അമ്മേ ഇത്രയും വലിയ ബാഗ് എടുത്തത്? ഇല്ലെങ്കിൽ പിന്നെ ഈ ബാഗ് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അവരുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞത് വിഷ്ണുവാണ്. അവർ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. പുറത്ത് കാറുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അനൂപ്. അവന്റെ മുഖവും വലിഞ്ഞു മുറുകിയിരുന്നു. ബാഗ് ചോദിക്കാതെ തന്നെ അനൂപ് കൊണ്ടുവന്നത് ഡിക്കിയിൽ വെച്ചു. അനൂപേട്ടനാണോ നമ്മളെ കൊണ്ടുവിടുന്നത്? വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വർഷ ചോദിച്ചു. അതെ, അനൂപിന് പത്തനംതിട്ട വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ നമ്മളെ അവിടെ ഇറക്കിയതിനു ശേഷം അവൻ അവിടുന്ന് പൊയ്ക്കോളും, വിഷ്ണു പറഞ്ഞു. അവൾ സമ്മതപൂർവ്വം തലയാട്ടി. രണ്ടുപേരും വർഷയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വിജയനും സജിതയും വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. അനൂപ് പോയിരുന്നില്ല. കേറിവാ മക്കളെ, സജിത വിളിച്ചു. കയറുന്നില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി വാ, നമുക്ക് വർഷയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ട് വരാം. അവനത് പറഞ്ഞതും വർഷയൊന്ന് അമ്പരന്ന് വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ നമ്മൾ പോകുന്നതിന് അച്ഛനും അമ്മയും എന്തിനാ വരുന്നത്? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പം അവരും കൂടി വരട്ടെ. എല്ലാവരും കൂടി ആവുമ്പോൾ അതൊരു ഓളമല്ലേ? വിഷ്ണു അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു പന്തികേട് തോന്നിയിരുന്നു വർഷയ്ക്ക്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അച്ഛനും അമ്മയും വേഗം റെഡിയായിട്ട് വാ, വിഷ്ണു പറഞ്ഞതും അത് തള്ളാൻ വയ്യാതെ രണ്ടുപേരും വേഗം പോയി റെഡിയായി വന്നു. വർഷയും അച്ഛനും അമ്മയും പിന്നിലാണ് ഇരുന്നത്, മുന്നിൽ വിഷ്ണുവും. അവന്റെ മുഖത്തെ ഗൗരവം കണ്ടതും വർഷയ്ക്ക് ഭയം തോന്നി. അവൻ ഫോണിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു നീതുവിന്. അവൾ വീട്ടിലെത്തി. അവളുടെ അച്ഛനും അമ്മയും ആദർശിന്റെ അച്ഛനും അമ്മയും വരുമെന്ന് അവന് മെസ്സേജ് അയച്ചു. എല്ലാവരെയും വീട്ടിൽ വിളിച്ചു വരുത്തണമെന്ന് കൃത്യമായി തന്നെ വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുണിന് വീട്ടിലേക്കുള്ള വഴിയുടെ ലൊക്കേഷൻ നീതു അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അവിടേക്ക് എത്തിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഇത്രയും ദിവസം താൻ അഭിനയിച്ച് തകർത്ത നാടകത്തിന് ഇന്ന് തിരശീല വീഴുകയാണെന്ന് വിഷ്ണു ഓർത്തു. ഇന്നു മുതൽ വർഷ എന്നൊരു അധ്യായം തന്റെ ജീവിതത്തിലില്ല. എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ അവളെ ജീവിതത്തിൽ നിന്നും ഒഴിപ്പിക്കണമെന്നാണ് അവൻ തീരുമാനിച്ചത്. അനൂപ് തന്നെ ബാലനെയും വിന്ദയെയും വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരുന്നു. അവർ വരാമെന്ന് അറിയിക്കുകയും ചെയ്തു. നീതുവിന്റെ വീടിന്റെ മുൻപിലേക്ക് വണ്ടി നിർത്തിയപ്പോൾ വിഷ്ണു ഇറങ്ങി കോളിംഗ് ബെൽ അമർത്തി. വാതിൽ തുറന്നത് ആദർശാണ്. വിഷ്ണു അവനെ നോക്കി. മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ച് അവൻ തിരിച്ചും. ഉടനെ തന്നെ അകത്തു നിന്നും നീതു വന്നു. ആഹാ, നിങ്ങൾ വന്നോ? നീതുവിനെ കണ്ടപ്പോഴാണ് വർഷയ്ക്ക് ആശ്വാസമായത്. അമ്മയും അച്ഛനും ഉണ്ടല്ലോ, അവൾ ചിരിയോട് ചോദിച്ചതും സജിത പുഞ്ചിരിയോടെ അവളുടെ കൈകളിൽ പിടിച്ചു. കേറിവാ, അവൾ വിളിച്ചതും എല്ലാവരും അകത്തേക്ക് വന്നിരുന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമേ? നീതു അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. നീതുവിന്റെ മുഖം കണ്ടതും വർഷയുടെ സംശയങ്ങളെല്ലാം ആ നിമിഷം അവസാനിച്ചിരുന്നു. ഒരു ഭയം അവൾക്ക് തോന്നിയിരുന്നു. ഒളികണ്ണിട്ട് അവൾ ആദർശിനെ ഒന്ന് നോക്കി. അവൻ തന്നെ ഗൗനിക്കുന്ന പോലുമില്ല. ചിലപ്പോൾ എല്ലാവരും കൂടി ഉള്ളത് കൊണ്ടായിരിക്കും വിഷ്ണുവും ആദർശിനെ തന്നെയാണ് നോക്കുന്നത്. അവൻ ചിരിയോടെ വിഷ്ണുവിനോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. വീണ്ടും കോളിംഗ് ബെൽ ശബ്ദിച്ചു. നീതു ചെന്ന് വാതിൽ തുറന്നു. നോക്കിയപ്പോൾ നീതുവിന്റെ അച്ഛനും അമ്മയുമാണ്. ആഹാ, അച്ഛനും അമ്മയുമാണോ? നിങ്ങൾ വന്നു? ആദർശം മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ തന്നെ വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു. നീതു തന്നെയാണ് വാതിൽ തുറന്നത്. നോക്കിയപ്പോൾ ആദർശിന്റെ അച്ഛനും അമ്മയുമാണ്. അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. എന്താ മോളെ, നീ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു വിളിച്ചത്? ആദർശിന്റെ അമ്മ ചോദിച്ചു. കാര്യമുണ്ടമ്മ, അതുകൊണ്ടല്ലേ വിളിച്ചത്, കയറി വാ. നീതു ചിരിയോടെ തന്നെ അവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ആദർശിന്റെ കണ്ണുകളിൽ ഒരു സംശയം ബാക്കിയായി. അതേപോലെ തന്നെ വർഷയുടെ മനസ്സിലും സംശയം ബലപ്പെട്ടു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അടുത്ത നിമിഷം തന്നെ മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്ന ഒച്ച കേട്ടു. വർഷ ജനലിലൂടെ നോക്കിയതും ബാലനാണ് ഇറങ്ങുന്നത്. ഒപ്പം വിഷ്ണുവിന്റെ കൂട്ടുകാരൻ വരുണും വിന്ദയും അവന്റെ കയ്യിൽ ഒരു ക്യാമറയുമുണ്ട്. എന്താണ് സംഭവമെന്നറിയാതെ വർഷയൊന്ന് അമ്പരന്ന് പോയിരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുൻപേ തന്നെ നീതു ചെന്ന് വാതിൽ തുറന്നിരുന്നു. അവരും അകത്തേക്ക് കയറി വന്നു. എല്ലാവരും പരസ്പരം നോക്കുകയാണ്. വിഷ്ണുവിനെ അവിടെ കണ്ടതും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി വിന്ദ. അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിൽക്കുകയാണ്. അനൂപും അകത്തേക്ക് കയറി വന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതിരിക്കായിരുന്നു വർഷ. ആകട്ടെ, ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് ആദർശനൊരു ബുദ്ധിമുട്ടായോ? വിഷ്ണുവാണ് തുടക്കമിട്ടത്. ഏയ്, എന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല. അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആദർശ്. ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഒന്നും നോക്കണ്ട, നിങ്ങൾ ബെഡ്റൂമിലേക്ക് ചെല്ല്. ഞാൻ വർഷയെ പറഞ്ഞു വിടാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വന്നാൽ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വിഷ്ണു പറഞ്ഞതും വർഷ ഞെട്ടിപ്പോയിരുന്നു. ആദർശും അതേ അവസ്ഥയിലായിരുന്നു. എന്താ പറഞ്ഞ്? ആദർശ് വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോട് ചോദിച്ചു. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. നീ പോയി എൻ്റെ ഭാര്യയുടെ കൂടെ കിടന്നിട്ട് വരാൻ.
വിഷ്ണുവിൻ്റെ മുഖഭാവം മാറി. ആദർശ് അമ്പറുന്നത് പോലെ വർഷയെ നോക്കി. അവളും ഞെട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായി. താൻ എന്തൊക്കെ അനാവശ്യമാ വീട്ടിൽ കയറുമെന്ന് പറയുന്നത്? ആദർശ് പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് കരണം പുകയ്ക്കുന്ന ഒരു അടിയായിരുന്നു വിഷ്ണു ആദ്യം കൊടുത്തത്. എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. വർഷ കള്ളം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. ആരുമില്ലാത്തപ്പോൾ എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കാനുള്ള ധൈര്യമേ നിനക്കുള്ളോ? ഞാനിവിടെ ഇരിക്കുമ്പോൾ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അവിടെ കൂടെ ഒന്ന് കിടക്കട. അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷ്ണു പറഞ്ഞതും എല്ലാം അവൻ അറിഞ്ഞുവെന്ന് ആദർശിന് മനസ്സിലായി. എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വിഷ്ണുവാണ് പറഞ്ഞു തുടങ്ങിയത്. എൻ്റെ ഭാര്യ വർഷയും ഈ ആദർശം തമ്മിൽ കുറച്ചു കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഈ ബന്ധം കല്യാണശേഷം ഉപേക്ഷിക്കാൻ പോലും അവൾ തയ്യാറായില്ല. വിവാഹത്തിൻ്റെ അന്നുകൂടി ആദർശിൻ്റെ കൂടെ കിടക്ക പങ്കിട്ട വിവാഹ പന്തലിലേക്ക് എൻ്റെ ഭാര്യ വരുന്നത്. അത് കഴിഞ്ഞ് അവർ തമ്മിൽ കണ്ടിട്ടുമുണ്ട്, സംഗമിച്ചിട്ടുമുണ്ട്. ഇതൊന്നും പോരാത്തതിന് ഫോണിൽ കൂടി ശൃംഗാര സാഹിത്യം ഒഴുകുന്ന വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റുകളും. പിന്നെ വീഡിയോ കോളിൽ രണ്ടുപേരും കൂടി ചെയ്യുന്നത് കൃത്യമായിട്ട് വീഡിയോയിലാക്കി അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ രണ്ടിൻ്റെയും അസുഖം ചില്ലറയല്ല. ഇനി വർഷ വേഗം പോയി കുറച്ച് യൂറിൻ എടുത്തുവാ. അവൻ ചെറിയൊരു ബോട്ടിൽ വർഷയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവള് അമ്പരന്ന് പോയിരുന്നു. എന്താ? അവൾ മനസ്സിലാവാത്ത പോലെ ചോദിച്ചു. നീതു, വിഷ്ണു വിളിച്ചു. ആ നിമിഷം തന്നെ നീതു കരണം പൊട്ടുന്ന ഒരു അടി വർഷയുടെ മുഖത്ത് കൊടുത്തിരുന്നു. അവളുടെ മൂക്കിൽ നിന്നും ആ ഒരൊറ്റ അടിയിൽ ചോര പോലും വന്നുപോയി. നിനക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? നീതു ചോദിച്ചതും അവൾ ഭയന്നു പോയിരുന്നു. വിജയനും സജിതയും മകളുടെ സ്വഭാവം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. ബിന്ദ കരഞ്ഞുപോയി. ബാലൻ ദേഷ്യത്തോട് നോക്കി വർഷയെ. ഞാനെന്താ നിന്നെ അടിക്കാത്തതെന്നറിയോ? എൻ്റെ കൈ നാറും. നിന്നെ തൊട്ടാ എൻ്റെ കൈ കൊണ്ട് ഒരടി മേടിക്കാനുള്ള യോഗം പോലും നിനക്കില്ല. വിഷ്ണു അത് പറഞ്ഞപ്പോൾ വർഷ അമ്പരന്ന് പോയിരുന്നു. അവൻ്റെ അങ്ങനെ ഒരു ഭാവം ആദ്യമായാണ് വർഷ കാണുന്നത്. ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുകയാണ് അവൻ. പോയി എടുത്തോണ്ട് വാടി, ദേഷ്യത്തോടെ അനൂപ് പറഞ്ഞു. അവൾ ഉടനെ തന്നെ ബാത്റൂമിലേക്ക് നടന്നു. പിന്നാലെ നീതുവും. രണ്ടുപേരും ബാത്റൂമിൽ പോയി തിരികെ വന്നപ്പോൾ നീതു തന്നെയാണ് പ്രഗ്നൻസി കാർഡ് കിറ്റ് മേശപ്പുറത്തേക്ക് വെച്ചത്. ശേഷം അവളുടെ കയ്യിലിരുന്ന ബോട്ടിലിൽ നിന്നും ഒരു ഡ്രോപ്പ് യൂറിൻ എടുത്ത് അതിലേക്ക് പമ്പ് ചെയ്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതിൽ 2 വരകൾ തെളിഞ്ഞത് എല്ലാവരും അത്ഭുതത്തോടെയാണ് കണ്ടത്. എല്ലാവരും കണ്ടല്ലോ, വർഷ ഗർഭിണിയാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ഞാൻ നിന്നെ തൊട്ടിട്ടുണ്ടോ? വിഷ്ണു ചോദിച്ചതും വർഷ മിണ്ടാതെ നിന്നു. എന്തെങ്കിലും കള്ളം പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ DNA ടെസ്റ്റ് വരെ നടത്താൻ ഞാൻ ഒരുക്കമായാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ നിന്നെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കും പോകുന്നത്. വിവാഹത്തിന് ശേഷം എന്നെ ചതിച്ചതിനടക്കം പല കാര്യങ്ങൾക്കും നിനക്ക് പോലീസിന് മുൻപിൽ മറുപടി പറയേണ്ടി വരും. ഞാൻ പറയുന്ന നഷ്ടപരിഹാര തുക തരേണ്ടി വരും. അതുകൊണ്ട് കള്ളം പറയാൻ നോക്കരുത്. സത്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കേൾക്കുന്ന നീ അങ്ങ് പറ. വിഷ്ണു അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോട് പറഞ്ഞു. പിടിക്കപ്പെട്ട് കഴിഞ്ഞുവെന്ന് ആദർശനും വർഷയ്ക്ക് മനസ്സിലായി. ഇനി തങ്ങൾക്ക് മുൻപിൽ മറ്റൊരു മാർഗവുമില്ല. ഞാൻ നിന്നെ തൊട്ടിട്ടുണ്ടോ? നമ്മൾക്കിടയിൽ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നിട്ടുണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു. ഇല്ല, വർഷ വിറയലോടെ മറുപടി പറഞ്ഞു. അപ്പം പിന്നെ ഇത് ആരുടെ കുഞ്ഞാ? ഇങ്ങനെയൊരു ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യമില്ല. ഒരു DNA ടെസ്റ്റ് നടത്തി അത് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും നിന്റെ വായിൽ നിന്ന് തന്നെ അതെനിക്ക് കേൾക്കണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആദർശേട്ടൻ്റെ, അവൾ ഭയത്തോടെ പറഞ്ഞതും ആദർശിൻ്റെ അച്ഛനും അമ്മയും രൂക്ഷമായി അവനെ തന്നെ നോക്കി. വരുൺ ഇതെല്ലാം ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ആഗ്രഹിച്ച പാർട്ടാണ്, അതുകൊണ്ട് വലിയ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു.